ഗോപിക അരവിന്ദ് കോടതി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഗോപിക, ഈ കേസിൽ രഞ്ജിത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ നിയമപരമായി മുറുക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്? ജാമ്യം കിട്ടുക അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് വേഗം പുറത്തു കിടക്കുക എന്നുള്ളത് ഈസിയാണോ രഞ്ജിത്തിന്? തീർച്ചയായും നിഷാദ്, ഈ കേസിൽ അത്തരത്തിലുള്ള എളുപ്പത്തിലുള്ള ഒരു ഊരിപ്പോരൽ രഞ്ജിത്തിന് അസാധ്യമാണ്. കാരണം ഇത്തരത്തിൽ സമാനമായ ഒരു മൂന്നാമത്തെ കേസാണ് രഞ്ജിത്തിന് ഇത്തരത്തിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 കേസുകളും ഇത് തന്നെയാണ് SITയും ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയ്ക്കെതിരെ എതിർക്കാനായി കോടതിയിൽ സമർപ്പിച്ച വാദങ്ങളിൽ പ്രധാനമായും പറയുന്നത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നൊരു സന്ദർഭത്തിൽ തന്നെ സമാനമായ 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനുണ്ടായിരുന്നു. എന്നാൽ അതിൽ കൃത്യമായ തെളിവുകളും അതുപോലെ തന്നെ കാലതാമസം എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രഞ്ജിത്ത് രക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ ഈ കേസിൽ അത് അസാധ്യമാണ്. കാരണം കൃത്യമായി SIT ഇതിനായുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ജനുവരി 30-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാരവാനിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മോശമായ പെരുമാറ്റം യുവനടിയോട് അതിജീവിതയോട് പെരുമാറിയത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസമായി അതിജീവിത കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് പോയിരുന്നത്. ഇതിനെല്ലാം തന്നെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് SIT ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഈ രഞ്ജിത്തിന്റെ വാദം എന്തെന്നാൽ ഈ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കേണ്ടതും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഇനി വരുന്ന 2 ദിവസം പബ്ലിക് ഹോളിഡേയ്സ് ആണ്. ഇതുകൂടാതെ തന്നെ ശനിയാഴ്ച പ്രവൃത്തി ദിനമാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ ഇന്ന് ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന 4 ദിവസങ്ങളിൽ ജയിലിൽ കഴിയേണ്ടി വരും. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടി തന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക സൂചന. എന്തായാലും രഞ്ജിത്തിന്റെ ഇതിൽ പ്രധാനമായ വാദം ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും കള്ളപ്പരാതിയാണെന്നും 2 മാസമായി ഇത്തരത്തിൽ ഒരു കേസ് നടത്തുന്നത് ഇതിൽ കാലതാമസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കെട്ടിച്ചമച്ച കേസാണ്. കൂടാതെ തന്നെ രഞ്ജിത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം നൽകണമെന്നതാണ് രഞ്ജിത്തിന്റെ വാദം. പക്ഷേ SIT ഇതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഗുരുതരമായ തെളിവുകൾ രഞ്ജിത്തിനെതിരെ ഉണ്ട്. കഴിഞ്ഞ സമാനമായ 2 കേസുകൾ തന്നെ രഞ്ജിത്തിനുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം രഞ്ജിത്തിനെ ട്രാക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തൊടുപുഴയിൽ നിന്നും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു കൃത്യമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതിനായി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ 2 കേസുകളിലും കാണിക്കാത്ത ഒരു ശുഷ്കാന്തി കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ മൂന്നാമതൊരു കേസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കൃത്യമായ ഒരു കുരുക്ക് രഞ്ജിത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇതിൽ കൃത്യമായിട്ടുള്ള മൊഴികളുടെയും സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, അതിജീവിതം നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് തന്നെ ഇപ്പം നിലവിൽ ഇന്ന് രാവിലെ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുകയും തുടർന്ന് 13 ദിവസത്തേക്ക് ഏകദേശം 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് കസ്റ്റഡിയിലേക്ക് ആവശ്യവുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ പോലീസ് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും കാര്യം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. 1:30 കൊച്ചിയിൽ എത്തിക്കുകയും എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇതിൽ ഒരു കൃത്യമായ വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് പോലീസിന് സാവകാശം ലഭിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് കസ്റ്റഡി അപേക്ഷയ്ക്ക് പോലീസ് നൽകുക. എന്തായാലും ഇതുകൂടി പരിഗണിച്ചായിരിക്കും ഇന്ന് രഞ്ജിത്തിന് ജാമ്യം നൽകണമോ എന്നുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. എന്തായാലും ഇതിൽ നിന്നും അത്ര എളുപ്പത്തിൽ ഊരിപ്പോകാൻ രഞ്ജിത്തിന് സാധിക്കുകയില്ല. മറ്റ് 2 കേസുകളിലാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നൊരു സന്ദർഭത്തിൽ ആദ്യ കേസിൽ ഈ ബംഗാളി നടിയുടെ കേസിലാണെങ്കിൽ അവർ തന്നെ പരാതിക്കാരി തന്നെ പിൻവലിഞ്ഞു പോവുകയായിരുന്നു ചെയ്തത്. 2ാമത്തെ കേസിലാണെങ്കിൽ അതിൽ കോടതിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇത് പരാതി നൽകാൻ കാലതാമസം എന്നുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ പരാതിയും തള്ളിപ്പോയത്. പക്ഷേ ഈ കേസിൽ ഈ അതിജീവിതയുടെ കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നൊരു സന്ദർഭത്തിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ളവ സ്ഥലങ്ങളിൽ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കിയിരുന്നു. കൂടാതെ തന്നെ ICC ഉൾപ്പെടെയുള്ള ഈ ചട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊരു കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടോ ഉള്ളതെന്ന് പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അത്തരത്തിലുള്ളൊരു പോലീസ് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പോസ്റ്റ് ആക്ട് പ്രകാരം അതിൽ നടപടിയെടുക്കണം എന്നുള്ളൊരു ചട്ടമുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിപാലിക്കപ്പെട്ടിട്ടുള്ള
എന്തൊക്കെയെല്ലാം നടപ്പാക്കിയിട്ടുണ്ടോ, ഇതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് ഇതിൽ അന്വേഷിക്കും. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ ചിത്രീകരണ ലൊക്കേഷനിലെ സ്ത്രീ സുരക്ഷയെ പറ്റി വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നുവരുന്നു. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രഞ്ജിത്ത് ആരോപണ വിധേയനാകുന്നതും വീണ്ടും ഇത്തരത്തിലൊരു ഗുരുതരമായ പ്രശ്നം ഗുരുതരമായ ആരോപണം രഞ്ജിത്തിനെതിരെ വരുന്നതും ഇതിൽ നിന്നും അത്ര എളുപ്പത്തിൽ ഊരിപ്പോകാൻ സാധിക്കുകയില്ല എന്നത് തന്നെയാണ് നിഷാദ്. അല്ല ഗോപിക, ഇതിനകത്ത് രഞ്ജിത്തിന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ ദുർബലമാണോ? അതായത് ഈ കേസിൽ പരാതി കൊടുക്കാൻ വൈകിപ്പോയി, എന്തുകൊണ്ട് സമയബന്ധിതമായി കൊടുത്തില്ല എന്ന ഒരു പോയിന്റ് മാത്രമേ രഞ്ജിത്തിന് ഉന്നയിക്കാനുള്ളൂ? നിഷാദ്, എന്തായാലും ഈ കാലതാമസം കൂടാതെ ഇതിൽ പ്രധാനമായും രഞ്ജിത്ത് വാദം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമാണ്. വേറെ കാര്യങ്ങളൊന്നും ഇതിനായി അദ്ദേഹം രഞ്ജിത്ത് ഹാജരാക്കിയിട്ടില്ല. കാരണം രഞ്ജിത്ത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ്. കൂടാതെ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. പക്ഷേ ഇന്നലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, അതായത് ECGയിലും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ഹൃദ്രോഗവും അതുപോലെ തന്നെ ന്യൂറോളജി വിഭാഗത്തിന്റെയും കൂടുതൽ വിദഗ്ധ പരിശോധന വേണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെയാണ് രഞ്ജിത്ത് പോലീസിനോട് അങ്ങോട്ട് പറഞ്ഞത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കേഷൻ താല്പര്യമില്ല, ഇതുമായി ബന്ധപ്പെട്ട് ലീഗലി മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്ന്. പക്ഷേ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അഭിഭാഷകൻ ഈ വാദത്തിൽ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലത്തെ രഞ്ജിത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ SIT ഇന്ന് ചിലപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുമ്പോൾ സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് കോടതി പരിഗണിക്കുമോ എന്നുള്ളത് ഒരു ദുർബലമായ കാര്യം തന്നെയാണ്. കാരണം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഗുരുതരമായ ആരോപണം തള്ളിക്കളയാൻ സാധിക്കുമോ എന്നുള്ളത്, കാരണം ഇന്ന് രാവിലെ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ പോലും ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് പോലും അത് നിരാകരിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഈ ആരോപണ വിധേയം തന്നെ അത് നിരാകരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് രാവിലെ തന്നെ ഉണ്ടായത്. താൻ തൃപ്തികരമാണ് തൻ്റെ ആരോഗ്യനില എന്ന് രഞ്ജിത്ത് തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ പോലീസ് 6 മണിയോട് തന്നെ കാഷ്വാലിറ്റി ആരംഭിച്ചത് തന്നെ 7 മണിയോടുകൂടി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാനായി പോലീസ് തന്നെ എത്തിയത്. പിന്നീട് വീണ്ടും ഈ കോടതിയിൽ സമർപ്പിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത് കോടതി ഏത് തരത്തിലാണ്, എത്ര ഗൗരവകരമായിട്ടായിരിക്കും രഞ്ജിത്തിന്റെ ഈ വാദം സ്വീകരിക്കുക എന്നത് നിർണായകമാണ്. എന്തായാലും SIT ഇതിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിഷാദ്. അല്ല, ഇതിനകത്ത് ഈ പരാതി ഉണ്ടായ ഉടൻ തന്നെ പോലീസ് അതിന്റെ പ്രാഥമിക അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുകയും വളരെ വേഗത്തിൽ അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തോ? ഈ ഡിലേ ആരോപണമൊന്നും ഇതിനകത്തില്ലല്ലോ അല്ലേ? അതെ, തീർച്ചയായും നിഷാദ്. കാര്യം കഴിഞ്ഞ 3 കേസുകളിലും കഴിഞ്ഞ 2 കേസുകളിലും അല്ലാത്ത ഒരു ഉടനടി നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ് പോലീസ് പോയിട്ടുള്ളത്. കാരണം ജനുവരി 30-നാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനുശേഷം അതിജീവിത വളരെ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധേയമാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അവർ ഒന്ന് മെന്റലി ഓക്കെ ആയതിനു ശേഷം അവരുടെ വ്യക്തിബന്ധങ്ങൾ, അവർക്ക് പോലീസിൽ ചില വ്യക്തിബന്ധങ്ങൾ ഉള്ളത് വെച്ച് അവർ കഴിഞ്ഞ ഒരു 3 ദിവസം മുൻപ് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി രേഖപ്പെടുത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ എറണാകുളം DCPയുടെ നേതൃത്വത്തിൽ ഉന്നതതല SIT രൂപീകരിക്കുകയും, അതായത് കൊച്ചിയിലെ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന SIT സംഘമായിരുന്നു രൂപീകരിച്ചത്. അപ്പോൾ ഇതൊരു രഹസ്യ സ്വഭാവത്തിലാണ് ഈ അന്വേഷണം തന്നെ ആരംഭിച്ചത്. ഇതിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് തന്നെ നമുക്കറിയില്ല എന്തൊക്കെ കൂടുതൽ മൊഴികളാണ് അതിജീവിത കൊടുത്തിട്ടുള്ളത്. അതിന്റെ വലിയ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു SIT സംഘം രൂപീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിലൊരു രഹസ്യ അന്വേഷണത്തെ തുടർന്ന് ഇന്നലെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഈ ഫോട്ടോ ഇപ്പം നിലവിൽ ഈ രഞ്ജിത്തിൻ്റെ ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നവും ഉണ്ടായിട്ടുള്ളത്. അതായത് ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്ന ചിത്രീകരണ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അതിജീവിത പറയുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇപ്പോൾ കോട്ടയത്ത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ കോട്ടയത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും ഈ കേസ് രജിസ്റ്റർ ചെയ്തതറിയുകയും കോട്ടയത്തേക്ക് ഇടുക്കിയിലേക്ക്
രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്നലെ തൊടുപുഴയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നൊരു സംശയമില്ല. കാരണം ഇത്തരത്തിലൊരു രഹസ്യ സ്വഭാവമുള്ള അന്വേഷണമായിരുന്നു. കഴിഞ്ഞ ഒരു 3 ദിവസമായിരുന്നു ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ട് അതിൽ കൃത്യമായൊരു ട്രാക്കിംഗ് നടക്കുകയും രഞ്ജിത്തിനെ ലൊക്കേറ്റ് ചെയ്യുകയും കൃത്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കടന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നിഷാദ്.